ദേശീയ ഗുസ്തി ചാമ്പ്യനായിരുന്ന മഹാവീർ സിംഗ് രാജ്യത്തിനുവേണ്ടി ഒരു സ്വർണ്ണ മെഡൽ നേടാൻ തന്റെ മകനിലൂടെ കഴിയുമെന്ന് സ്വപ്നം കണ്ടിരുന്നു. എന്നാൽ ഭാര്യ തുടർച്ചയായി 4 പെൺമക്കൾക്ക് ജന്മം നൽകിയതോടെ കടുത്ത നിരാശയോടെ അദ്ദേഹത്തിന് ആ വലിയ സ്വപ്നം എന്നേക്കുമായി ഉപേക്ഷിക്കേണ്ടി വന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം തന്റെ പെൺമക്കളായ ഗീതയും ബബിതയും ചില ആൺകുട്ടികളെ അതികഠിനമായി തല്ലിച്ചതച്ചതറിഞ്ഞ മഹാവീറിന് ഒരു വലിയ സത്യം മനസ്സിലായി. രാജ്യത്തിനായി മെഡൽ നേടാൻ ആൺകുട്ടികൾ തന്നെ വേണമെന്നില്ല, തന്റെ പെൺമക്കൾക്കും മികച്ച ചാമ്പ്യന്മാരാകാൻ കഴിയും. സ്റ്റാർ പിന്നീട് ആ പെൺകുട്ടികൾക്ക് കഠിനമായ പരിശീലനത്തിന്റെ നാളുകളായിരുന്നു. അവരുടെ നീളമുള്ള മുടി വെട്ടിച്ച് പുലർച്ചെ എഴുന്നേൽപ്പിച്ച് അച്ഛൻ അവരെ ഗുസ്തി പഠിപ്പിച്ചു. നാട്ടുകാർ നിരന്തരം പരിഹസിച്ചെങ്കിലും മഹാവീർ തന്റെ തീരുമാനത്തിൽ നിന്നും ഒട്ടും പിന്മാറിയില്ല. കഷ്ടപ്പാടുകൾ കാരണം ആദ്യം അച്ഛനെ വെറുത്ത അവർ മറ്റൊരു പെൺകുട്ടിയുടെ ശൈശവ വിവാഹം നേരിട്ട് കണ്ടതോടെയാണ് അച്ഛൻ തങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന മികച്ച ഭാവിയെക്കുറിച്ച് തിരിച്ചറിഞ്ഞത്. തുടർന്ന് ഗീത പല പ്രാദേശിക ദേശീയ ടൂർണമെന്റുകളിലും വിജയിച്ച് ദേശീയ ടീമിലെത്തി. എന്നാൽ അക്കാദമിയിൽ എത്തിയതോടെ അച്ഛന്റെ കർശനമായ അച്ചടക്കമില്ലാതായി. അവൾ പുതിയ സുഖസൗകര്യങ്ങൾക്ക് അടിമപ്പെടുകയും അഹങ്കാരിയാവുകയും ചെയ്തു. ഇതിന്റെ ഫലമായി അന്താരാഷ്ട്ര വേദികളിൽ അവൾക്ക് അതിദയനീയമായ തോൽവികൾ നേരിടേണ്ടി വന്നു. ഒടുവിൽ തന്റെ തെറ്റ് മനസ്സിലാക്കിയ ഗീത വീണ്ടും അച്ഛന്റെ ശിക്ഷണത്തിലേക്ക് തന്നെ മടങ്ങി. കോമൺവെൽത്ത് ഗെയിംസ് ഫൈനലിനിടെ അസൂയാലുവായ കോച്ച് മഹാവീറിനെ ഒരു സ്റ്റോർ മുറിയിൽ പൂട്ടിയിട്ടു. അവസാന നിമിഷം തോൽവി ഉറപ്പിച്ച സമയത്ത് അച്ഛൻ പഠിപ്പിച്ച ആ പ്രത്യേക അടവ് പ്രയോഗിച്ച് ഗീത അത്ഭുതകരമായി സ്വർണം നേടി. ദേശീയഗാനം കേട്ട് മകൾ ജയിച്ചുവെന്ന് തിരിച്ചറിഞ്ഞ മഹാവീർ അവൾക്കരികിലേക്ക് ഓടിയെത്തി. അവളെ ചേർത്തു പിടിച്ചുകൊണ്ട് അവൾ കേൾക്കാൻ കൊതിച്ച ആ വാക്കുകൾ അദ്ദേഹം അഭിമാനത്തോടെ പറഞ്ഞു. സ്റ്റാർ, എനിക്ക് നിന്നെക്കുറിച്ച് വലിയ അഭിമാനമുണ്ട് മകളെ. നിങ്ങളുടെ അച്ഛൻ ഇതുപോലെയാണോ?